ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 ഇപ്പോൾ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു ഓസ്ട്രേലിയൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ബ്രിങ് ഹെർ ബാക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ഈ ഒരു മൂവി മനക്കട്ടിയുള്ളവർ മാത്രം ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കാരണം മൂവി കുറച്ച് ഡിസ്റ്റർബിംഗ് ആണ്. A24 തന്നെ മിഡ്സമ്മർ, ഹെറിഡിറ്ററി, ടോക്ക് ടു മീ ഇതുപോലുള്ള ചിത്രങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചിത്രം അവർക്കൊരു ഷോക്കിംഗ് ആയിരിക്കില്ല. ചിത്രത്തിലെ കുഞ്ഞുങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ബ്രൂട്ടലായിട്ടുള്ള പല സീനുകളും എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല. എന്നാലും അവിടെ എന്താണ് നടക്കുന്നതെന്ന് അത് ഞാൻ പരമാവധി നരേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു ഹൊറർ ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് ഒരു കൂട്ടം ആളുകൾ ദുർമന്ത്രവാദം ചെയ്യുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അവിടെ നടക്കുന്ന ഈ ഡാർക്ക് റിച്വൽസ് എല്ലാം തന്നെ മറ്റൊരു ലേഡി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ സർക്കിളിനകത്തിരുന്ന ആ പെൺകുട്ടിയെ അവരതിക്രൂരമായി തന്നെ ഹാങ് ചെയ്ത് കൊലപ്പെടുത്തുന്നു. ആ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോക്കകത്ത് മറ്റൊരു ലേഡിയെ കാണിക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ കണ്ണിന് താഴെയായിട്ട് ഒരു റെഡ് മാർക്ക് നമുക്ക് കാണാം. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ബ്രിങ് ഹെർ ബാക്ക്. അടുത്ത സീനില് ചിത്രത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളെ കാണിക്കുന്നു, ആൻഡി ആൻഡ് പൈപ്പർ. നായകന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആണ് ഈ ഒരു പെൺകുട്ടി. അനിയത്തി കുട്ടിക്ക് കണ്ണിന് കാഴ്ചയില്ല. ആൻഡി അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് അനിയത്തി കുട്ടിയെ കൂട്ടാനായിട്ട് ചെല്ലുമ്പോൾ അവള് മറ്റു കുട്ടികളോട് സംസാരിച്ച് അവരോട് കൂട്ടുകൂടാൻ ശ്രമിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാ ആ പിള്ളേരാണെങ്കില് അവളെ കൂടെ കൂട്ടത്തില്ല. അവൾക്ക് കണ്ണ് കാണാത്തത് കാരണം പൈപ്പറിനെ നോക്കി ഗോഷ്ടി കാണിച്ച് അവളെ കളിയാക്കുക. ഇക്കാര്യം ആന്റി അനിയത്തി കൊച്ചിനോട് പറയില്ല. അവര് നല്ല പിള്ളേരാണ്, അവർക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ കള്ളം പറയും. തന്റെ സഹോദരി ഒരു തരത്തിലും സങ്കടപ്പെടുന്നത് നായകന് തീരെ ഇഷ്ടമല്ല. അവര് തമ്മില് നല്ലൊരു ബോണ്ട് ഉണ്ട്. അവര് തമ്മില് പരസ്പരം ഒരു കോഡ് വേർഡ് പറയുന്നുണ്ട്, ഗ്രേപ്പ് ഫ്രൂട്ട്. അതായത് ഓൾ ഓക്കെ, ഐ എം ഓക്കെ, ഞാൻ ഹാപ്പി ആണെന്നൊക്കെയാണ് ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന കോഡ് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം ആന്റി അവന്റെ കാറിന്റെ ഗ്ലാസ് ഫിക്സ് ചെയ്യുന്ന നേരത്ത് അനിയത്തി കുട്ടി പേടിച്ച് വെപ്രാളപ്പെട്ട് അവനെ വന്ന് വിളിക്കും. ഡാഡി കുളിക്കാൻ കയറിയിട്ട് ഒരുപാട് നേരമായി, ആന്റി ഡാഡി ഡോർ തുറക്കുന്നില്ല. പൈപ്പർ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് ചെന്ന് ഒരു കത്തി എടുത്ത് ചേട്ടന് കൊടുത്തു. അവൻ ഉടനെ തന്നെ ആ കത്തി വെച്ച് ബാത്റൂമിന്റെ ഡോർ തുറക്കുന്നുണ്ട്. അതിനകത്തേക്ക് ചെല്ലുമ്പോ ആന്റി കാണുന്നത് അവരുടെ ഡാഡി ബാത്റൂമിനകത്ത് മരിച്ചു കിടക്കുന്നു. പൈപ്പർ അച്ഛന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് വിളിച്ച് കരയാൻ തുടങ്ങി. ഇപ്പോ അവരുടെ പേരൻസ് മരണപ്പെട്ടത് കാരണം ആ സഹോദരങ്ങളെ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസിലേക്ക് മാറ്റി. ആന്റിക്ക് 18 വയസ്സ് തികയാത്തത് കാരണം അവന് പൈപ്പറിന്റെ ഗാർഡിയൻഷിപ്പ് കിട്ടത്തില്ല. അതുകൊണ്ട് ആന്റിയെ സൂപ്പർവൈസ്ഡ് യൂണിറ്റിലേക്ക് മാറ്റി പൈപ്പറിനെ ഒരു ഫോസ്റ്റർ ഹോമിലേക്ക് മാറ്റാൻ പോവാണ്. ആ CPS ഓഫീസർ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ആന്റി തന്റെ സഹോദരിയെ പിരിഞ്ഞിരിക്കാൻ തയ്യാറല്ല. ഒരു സ്ട്രേഞ്ചറിനോടൊപ്പം തന്റെ സഹോദരിയെ വിടാൻ പറ്റത്തില്ല. ഇപ്പോ പൈപ്പറിനെ ഏറ്റെടുത്ത് വളർത്താൻ പോകുന്നത് ലോറ എന്നൊരു ലേഡിയാണ്. ആ സ്ത്രീയും ഒരു സോഷ്യൽ വർക്കർ ആയിരുന്നു. ഇതിനു മുൻപ് ഒത്തിരി കുഞ്ഞുങ്ങളെ ലോറ നോക്കിയിട്ടുണ്ട്. നായകന്റെ പാസ്റ്റിൽ നടന്ന പല കാരണങ്ങൾ കൊണ്ടും ലോറയ്ക്ക് അവനെ ഏറ്റെടുക്കാൻ കഴിയത്തില്ല. പുള്ളിക്കാരിക്ക് കുഴപ്പക്കാരായ പിള്ളേരെ നോക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഇത് കേട്ട് പൈപ്പർ ആകെ ഷോക്കായി. അതിന് ആന്റി എന്ത് ട്രബിളാ ചെയ്തത്? അതിന് അവൻ പറയും, ഞാൻ എന്റെ 8ാമത്തെ വയസ്സിലെ ഒത്തിരി ദേഷ്യക്കാരനായിരുന്നു, ഒത്തിരി കുറുമ്പുകൾ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ അറിവില്ലാത്ത പ്രായത്തിലല്ലേ. അവൻ എന്തൊക്കെയോ പറഞ്ഞ് വെന്റി എന്ന ഓഫീസറിന്റെ കാല് പിടിച്ചു നോക്കി. അനിയത്തിയില്ലാതെ അവനെ കൊണ്ട് ഒരു നിമിഷം പോലും പറ്റത്തില്ല. ഒടുവില് ആ സ്ത്രീ അതിന് സമ്മതിക്കുകയാണ്. ഒരു 3 മാസം കഴിഞ്ഞ ആന്റിക്ക് 18 വയസ്സ് തികയും. അതുവരെ ആന്റി ഒരു തരത്തിലും കുരുത്തക്കേടൊന്നും കാണിക്കാതെ അടങ്ങി ഒതുങ്ങി ലോറ പറയുന്നത് കേട്ട് നിൽക്കുകയാണെങ്കിൽ ആന്റിക്ക് പൈപ്പറിന്റെ ഗാർഡിയൻഷിപ്പ് കിട്ടും. അവർക്ക് വേണമെങ്കിൽ തുടർന്ന് ലോറയോടൊപ്പം താമസിക്കുകയും ചെയ്യാം. അങ്ങനെ ചേട്ടനും അനിയത്തിക്കുട്ടിയും അവരുടെ ഫോസ്റ്റർ മദറായ ലോറയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ചുറ്റുവട്ടത്ത് മറ്റു വീടുകളൊന്നുമില്ല, ഒഴിഞ്ഞൊരു പ്രദേശമാണ്. രണ്ടുപേരും ലോറയുടെ വീട്ടിലെത്തി. ഫ്രണ്ട് ഡോറൊക്കെ തുറന്നു കിടക്കുകയാണ്. വീടിനകത്ത് നിന്ന് വളരെ ഒച്ചത്തില് പാട്ട് കേൾക്കാം. രണ്ടുപേരും ലോറയെ തെരഞ്ഞ് കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ ആ സ്ത്രീ വളരെ ഹാപ്പി ആയിട്ട് പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുക. അവര് രണ്ടുപേരെയും കണ്ട് ലോറ ആകെ എക്സൈറ്റഡ് ആയി. പൈപ്പറിനെ ആ സ്ത്രീക്ക് ഒരുപാട് ഇഷ്ടമായി. നമുക്കൊരു ഫോട്ടോ എടുത്താലോന്നും പറഞ്ഞ് സെൽഫി എടുക്കുന്നുണ്ട്. ആന്റിയെ ആ ഫോട്ടോയില് കാണാത്ത രീതിയിലാണ് ആ സ്ത്രീ സെൽഫി എടുക്കുന്നത്. നായകനെ ആ സ്ത്രീക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവന് മനസ്സിലായി. ഇപ്പോ ലോറ എന്തുകൊണ്ട് പൈപ്പറിന്റെ ഗാർഡിയൻഷിപ്പ് ഏറ്റെടുത്തെന്ന് ചോദിച്ചാല് ലോറയ്ക്ക് 12 വയസ്സുള്ള ഒരു മകളുണ്ടായിരുന്നു, ക്യാത്തി. ലോറയുടെ മകളും ബ്ലൈൻഡ് ആയിരുന്നു. വീടിന് പിറകിലുള്ള പൂളിൽ
വീണാണ് കാത്തി മരണപ്പെട്ടത്. ഒരല്പസമയം കഴിഞ്ഞ് ആ വീടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാന്ന് പറഞ്ഞ് രണ്ടുപേരും വീടിന് പുറത്തേക്ക് ഇറങ്ങി. ഔട്ട്സൈഡിലെ ആ കുളം നമുക്ക് കാണാം. അവര് ബാക്ക് യാർഡിലേക്ക് ചെല്ലുമ്പോ ഒലിവർ എന്നൊരു പയ്യൻ പൂച്ചയെ പിടിച്ച് ഞെരിച്ചോണ്ടിരിക്കുകയാണ്. പൂച്ച അവനെ മാന്തി പറിക്കുന്നുണ്ട്. ഒലിവർ ആ പൂച്ചയെ വിടുന്ന ലക്ഷണമില്ല. ഇതുകൊണ്ട് ലോറ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടിച്ചെന്ന് ആ പൂച്ച അങ്ങ് കൊണ്ടുപോയി. ഇതേ സമയം ഒലിവർ തിരിഞ്ഞ് നമ്മുടെ പൈപ്പറിനെ നോക്കുന്നുണ്ട്. അവന്റെ കണ്ണിന് താഴെ ഒരു റെഡ് മാർക്ക് നമുക്ക് കാണാം. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിലെ ഇതേ റെഡ് മാർക്ക് നമ്മൾ കണ്ടിരുന്നു. ഈ ഒലിവറിന്റെ പാരന്റ്സ് കുറച്ചു നാളുകൾക്ക് മുൻപ് മരണപ്പെട്ടു. ആ പയ്യൻ ലോറയുടെ നെഫ്യൂ ആണെന്നാണ് പറയുന്നത്. അവനെ കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ലോറ അവരുടെ 3 പേരുടെ ഹൈറ്റ് ഒക്കെ ചുമരില് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോ പൈപ്പർ ചേട്ടനോട് ചോദിക്കും, ഒലിവറിനെ കാണാൻ എങ്ങനെയാ? അതിനെ ആന്റി പറയും, അവനെ കാണാൻ ഒത്തിരി ക്യൂട്ടാണ്, അവൻ നിന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണെന്ന് കള്ളം പറയും. എവിടെ? ഒലിവർ അവളെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. ഇതേ സമയം തന്നെ ലോറ അവനിങ്ങനെ കള്ളം പറയുന്നത് കണ്ട് പൈപ്പറിനോട് മറ്റൊരു കള്ളം പറയും. ഒലിവറിനെ കാണാൻ ഒത്തിരി ക്യൂട്ടാണ്, അവന് ചുവന്ന മുടിയാണ്, കേളി ഹെയർ ആണ്. ഇത് കേട്ട് ആന്റി ആകെ ഷോക്കായി. ചെറുക്കന്റെ തലയിൽ ഒരു മുടി പോലും ഇല്ല. ആന്റി പലപ്പോഴും കള്ളം പറയുന്നത് തന്റെ സഹോദരിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ അവളെ ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യാനല്ല. നായകൻ അങ്ങനെ കാറിൽ നിന്ന് തന്റെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് നടക്കുന്ന നേരത്താണ് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ വീടിന് കുറുകിയായിട്ട് ഉപ്പാണോന്നറിയില്ല വെള്ളപ്പൊടി കൊണ്ട് ലൈൻ വരച്ചിരുന്നു. മറുവശത്ത് ലോറ അനിയത്തിക്കുട്ടിക്കുള്ള മുറി കാണിച്ചു കൊടുക്കുന്നു. ആ മുറി ലോറയുടെ മകളുടെ മുറിയാണ്. അതത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതേ സമയം ആന്റി ആ മുറിയിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും ആ സ്ത്രീ അവനെ മുറിക്കകത്തേക്ക് കയറാൻ തന്നെ സമ്മതിക്കില്ല. അവന്റെ മുറി മുകളിലാണെന്നും പറഞ്ഞ് ആന്റിയെ മുകളിലേക്ക് പറഞ്ഞയച്ചു. അതൊരു മുറിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, നീ വേണമെങ്കിൽ ഇവിടെ നിന്നാ മതി എന്ന രീതിയിലാണ് ആ റൂമിന്റെ അവസ്ഥ. അവന് കിടക്കാൻ ഒരു ബെഡ് ഉണ്ട്, അത് തന്നെ ധാരാളം. ഇതിപ്പോ തന്റെ സഹോദരിയോടൊപ്പം താമസിക്കേണ്ടത് അവന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ കൂടുതലൊന്നും തന്നെ ആ സ്ത്രീയോട് പറയാൻ നിന്നില്ല. അവൻ തന്റെ ഫ്രണ്ട്സിനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഈ വീടിന്റെ ചിത്രം, പിന്നെ ഒലിവറിന്റെ ചിത്രം. അവൻ ഒലിവറിനെ കളിയാക്കിക്കൊണ്ട് അവന്റെ ഫോട്ടോസ് തന്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് ലോറയാണെങ്കിൽ അധികാരത്തിൽ അവനോട് ചോദിക്കും, ആർക്കാ മെസ്സേജ് ചെയ്യുന്നേ? എന്താ മെസ്സേജ് ചെയ്തത്? ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വന്നു. ഇത് കണ്ട് ആന്റിക്ക് ആകെ വല്ലാതായി. താൻ ആർക്ക് മെസ്സേജ് ചെയ്താലും ഈ സ്ത്രീക്ക് എന്താ? അത് തന്റെ പ്രൈവസി അല്ലേ? ആ സ്ത്രീ അങ്ങനെ പതിയെ പതിയെ ആന്റിയോട് സംസാരിക്കാൻ തുടങ്ങി. അവനോട് അച്ഛന്റെ മരണത്തെക്കുറിച്ച് ചോദിക്കും. താനൊരു സോഷ്യൽ വർക്കർ ആയിരുന്നു, നിനക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം എന്നൊക്കെ. ഈ സമയം അനിയത്തിക്കുട്ടി അവന്റെ പേര് വിളിക്കുന്നത് കേട്ട് ആന്റിയുടെ ശ്രദ്ധ ഒന്ന് മാറി. അവൻ തിരിഞ്ഞ് തന്റെ ഫോൺ എടുക്കാൻ നോക്കുമ്പോ ദേ ആ സ്ത്രീ തന്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അവൻ കുറച്ചു മുൻപ് കൂട്ടുകാരന് ടെക്സ്റ്റ് ചെയ്തിരുന്നില്ലേ, ആ സ്ത്രീ അത് വായിച്ചു നോക്കി. ഒലിവറിന്റെ ഫോട്ടോസ് കണ്ട് ആ സ്ത്രീ ആകെ അപ്സെറ്റ് ആയി. അവൻ പെട്ടെന്ന് തന്നെ തന്റെ ഫോൺ പിടിച്ചു വാങ്ങി. ആ സ്ത്രീ അങ്ങനെ ഒന്നും തന്നെ മിണ്ടാതെ മുറിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. ഒരല്പസമയം കഴിഞ്ഞ് ആന്റി തന്റെ മുറിയിൽ വർക്കൗട്ട് ചെയ്യുന്നു. പൈപ്പർ തന്റെ മുറിയിലെ സാധനങ്ങളൊക്കെ തൊട്ടുനോക്കി അതൊക്കെ ഒതുക്കി പെറുക്കി വെക്കുന്നു. ഈ ഒരു സമയം ലോറ ആ മുറിക്ക് വെളിയിൽ നിന്ന് പൈപ്പറിനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ആ സ്ത്രീ വല്ലാത്തൊരു രീതിയിൽ ചിരിക്കുന്നുണ്ട്. അന്ന് രാത്രി ഒലിവർ ഇരുട്ടത്ത് ലോറയുടെ മുറിക്ക് മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ആ സ്ത്രീ ഒലിവറിനോട് പറയും, മുറിയിൽ പോയിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. ഇതും പറഞ്ഞ് ആ സ്ത്രീ ആകെ വെപ്രാളപ്പെട്ട് ഈ വരുന്ന ദിവസങ്ങളിലെ വെതർ ചെക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത 2-3 ദിവസം നല്ല ശക്തിയായിട്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ലോറ ഒരു VHS ടേപ്പ് പ്ലേ ചെയ്ത് കാണുന്നുണ്ട്. നമ്മള് ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിലെ ദുർമന്ത്രവാദം ചെയ്യുന്നത് ഒരു ലേഡി റെക്കോർഡ് ചെയ്യുന്നത് കണ്ടിരുന്നില്ലേ, അതേ വീഡിയോ തന്നെയാണ് ലോറ കാണുന്നത്. അന്ന് പാതിരാത്രി പുറത്ത് ലൈറ്റ് കണ്ട് ആന്റി ഉറക്കത്തിൽ നിന്ന് എണീറ്റു. അവൻ വിൻഡോ ഗ്ലാസ് വഴി പുറത്തേക്ക് നോക്കി. അപ്പതേ ലോറ ഒലിവറിനെയും കൂട്ടി ബാക്ക് യാർഡിലുണ്ടായിരുന്ന ഒരു ഷെഡിനകത്തേക്ക് കയറി പോകുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ലോറ തന്റെ മകള് മരണപ്പെട്ട ആ പൂളിനകത്ത് വാട്ടർ ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ കുളത്തിലേക്ക് നോക്കി വിയേഡായിട്ടിരിക്കുകയാണ്. അതായത് ആ കുളത്തിലേക്ക് നോക്കി മഴ പെയ്യുന്നത് കാത്തിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ആന്റി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി കണ്ണു തുറക്കുന്നത്. അവൻ നോക്കുമ്പോ ബെഡ് ആകെ നനഞ്ഞിരിക്കുകയാണ്. ആന്റി ബെഡില് യൂറിനേറ്റ് ചെയ്തിട്ടുണ്ട്. അവനെ കൊണ്ട് അത് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല. ആന്റി പെട്ടെന്ന് തന്നെ ആരും കാണാതെ തന്റെ ബെഡ്ഷീറ്റും വസ്ത്രങ്ങളൊക്കെ വാഷ് ചെയ്യുന്നു. അവൻ അത് കഴിഞ്ഞ് കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് ചെന്നു. പക്ഷേ അവനെ കൊണ്ട് അതിനകത്തേക്ക് കയറാൻ തന്നെ പറ്റുന്നില്ല. അച്ഛന്റെ മരണം അവനെ മാനസികമായി ഒത്തിരി ബാധിച്ചിട്ടുണ്ട്. അവന് ബാത്റൂമിനകത്ത് കുളിക്കാൻ പേടിയാണ്. അടുത്ത സീനിലെ ലോറ ഒലിവറിനെ ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട്
എന്നിട്ട് അവനോട് പറയും, ഞങ്ങള് പുറത്തേക്ക് പോവാണ്, പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എന്ന് പറഞ്ഞ് ആ മുറി ലോക്ക് ചെയ്യുന്നു. ഇപ്പൊ ലോറ അവരെ രണ്ടുപേരെയും അവരുടെ ഡാഡിയുടെ മരണാനന്തര ചടങ്ങിന് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. ആന്റിക്കാണെങ്കിൽ ഡാഡിയുടെ മുഖത്തേക്ക് തന്നെ നോക്കാൻ പേടിയാ. പൈപ്പർ ചേട്ടനോട് ഡാഡിയെ കാണാൻ എങ്ങനെയാ, ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ എന്ന് ചോദിക്കും. അതിന് ആന്റി ഡാഡിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ കള്ളം പറയും, ഗ്രേപ്പ് ഫ്രൂട്ട്, അതായത് എല്ലാം ഓക്കെ ആണെന്ന്. ഇവരെങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്നതും ആന്റി ഡാഡിയുടെ മുഖത്തേക്ക് നോക്കാതെ പേടിക്കുന്നതൊക്കെ ലോറ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ആളും തിരക്കൊക്കെ കഴിഞ്ഞപ്പോ ആ സ്ത്രീ ഡാഡിയുടെ അടുത്തേക്ക് ചെന്ന് ആരും കാണാതെ കുറച്ച് മുടി മുറിച്ചെടുക്കുന്നു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ പുറത്തേക്ക് വന്ന് ആ സഹോദരങ്ങൾക്കിടയില് വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലോറ ആന്റിയോട് ചോദിക്കും, നീ എന്താ ഡാഡിയെ നോക്കാത്തത്? ഇത് കേട്ട് പൈപ്പർ ആകെ ഷോക്കായി. അപ്പോ ചേട്ടൻ തന്നോട് കള്ളം പറഞ്ഞതാണോ? പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് ലോറ ആന്റിയെ നിർബന്ധിക്കുന്നുണ്ട്. ഇതൊരു ആചാരാണ്, ഗുഡ് ബൈ പറയണം, ഡാഡിക്ക് ഗുഡ് ബൈ കിസ് കൊടുക്കണം എന്നൊക്കെ. ഇവിടെ മറുവശത്ത് ഒലിവർ വീടിന്റെ വിൻഡോ ഗ്ലാസ് ഇടിച്ച് തകർക്കുകയാണ്. ആ മുറിഞ്ഞ കൈയായിട്ട് അവൻ ബാക്ക് യാർഡിലെ ആ ഷെഡ് തള്ളി തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ലോറ ഡാഡിയെ കിസ് ചെയ്യാനായിട്ട് അവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മനസ്സില്ലാ മനസ്സോടെ ആന്റി എങ്ങനെയൊക്കെയോ ഡാഡിക്ക് ഫൈനൽ കിസ് കൊടുത്തു. എന്നാലും ലോറ അവനെ വെറുതെ വിടാൻ തയ്യാറല്ല. ഡാഡിക്ക് ലിപ്സിൽ കിസ് കൊടുക്കണമെന്നും പറഞ്ഞ് നിർബന്ധിക്കാൻ തുടങ്ങി. ഇതൊരു ആചാരാണ്, അങ്ങനെ ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവനെ നിർബന്ധിക്കുന്നുണ്ട്. ആന്റി ആകെ പേടിച്ചു പോയി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിക്കളഞ്ഞു. പകരം ലോറയാണ് ഡാഡിക്ക് ഫൈനൽ കിസ് കൊടുക്കുന്നത്. അവരങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തി. മൂന്നുപേരും ഡ്രിങ്ക് ചെയ്യുന്നു, പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്നു, ഏതാണ്ട് ഗെയിം ഒക്കെ കളിക്കുന്നു. അങ്ങനെ പൈപ്പർ എങ്ങനെയൊക്കെയോ ബോധം കെട്ട് ഉറങ്ങിപ്പോയി. ഈ സമയം ആന്റി ആ സ്ത്രീയോട് നന്ദി പറയും. കാരണം അവർ ഇതിനു മുൻപ് ഇതുപോലെ സന്തോഷിച്ചിട്ടില്ല. അവരങ്ങനെ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. ലോറയ്ക്ക് തന്റെ മകളുടെ വേർപാട് അത് ചിന്തിക്കുന്നതിലപ്പുറമായിരുന്നു. അതെങ്ങനെ താൻ ഫേസ് ചെയ്തെന്ന് പോലും ആ സ്ത്രീക്ക് അറിയത്തില്ല. ആന്റി തന്റെ ഡാഡിയെ കുറിച്ച് സംസാരിക്കുന്നു. അവനെ ഡാഡി കുഞ്ഞുനാള് മുതലേ ഒത്തിരി ഉപദ്രവിക്കുകയായിരുന്നു. പിന്നീട് പൈപ്പറിന്റെ അമ്മയുമായിട്ടുള്ള മാരേജിന് ശേഷം അതൊക്കെ സ്റ്റോപ്പ് ചെയ്യും എന്നവൻ വെറുതെ വിചാരിച്ചു. അതിനുശേഷവും ഡാഡി അവനെ നിരന്തരമായിട്ട് ഫിസിക്കലി ഒത്തിരി ടോർച്ചർ ചെയ്തിരുന്നു. ഈ കാര്യങ്ങളൊന്നും തന്നെ ആന്റി തന്റെ സഹോദരിയെ അറിയിച്ചിരുന്നില്ല. അന്ന് പാതിരാത്രി ലോറ ആന്റിയുടെ മുറിയിലേക്ക് ചെന്ന് അവൻ ഉറങ്ങിയോ എന്ന് ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് ബാത്റൂമിലേക്ക് ചെന്ന് ഒരു കണ്ടെയ്നറിൽ യൂറിനേറ്റ് ചെയ്ത് അത് ആന്റിയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ്. അതായത് ബെഡില് യൂറിനേറ്റ് ചെയ്യുന്നത് അത് ആന്റി അല്ല, അത് ഈ ലോറയുടെ പണിയാണ്. ആ സ്ത്രീ അങ്ങനെ അവന്റെ ഫോൺ എടുത്ത് അൺലോക്ക് ചെയ്ത് ഫോണിലെ ഫോട്ടോസും മെസ്സേജൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഈ സമയത്താണ് വീടിന് വെളിയിൽ നിന്ന് ലോറയുടെ പൂച്ച കരയുന്ന ശബ്ദം കേൾക്കുന്നത്. ആ സ്ത്രീ വിൻഡോ വഴി പുറത്തേക്ക് നോക്കുമ്പോ ഒലിവർ ആ പൂച്ചയെ പിടിച്ചു വലിച്ച് ഞെരിച്ചോണ്ടിരിക്കുക. ലോറ ഉടനെ തന്നെ ആ പയ്യനെ വീടിനകത്തേക്ക് കൊണ്ടുവന്ന് അവന്റെ മുറിവൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു. നിനക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഇനി കുറച്ചു നാൾ കൂടി നീ കാത്തിരുന്നാ മതി. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം ശരിയല്ലേ? ഇതെല്ലാം ഓക്കെയാണ്, എല്ലാം ശരിയാവൂന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇത് കേട്ട് ഒലിവർ ഒന്നും തന്നെ മിണ്ടാതെ ആ സ്ത്രീയെ തുറച്ചു നോക്കി. അപ്പൊ തന്നെ ടാപ്പ് തനിയെ തുറന്നു വന്നു. ഈ സമയം ഒലിവർ സ്ട്രെയിഞ്ച് ആയിട്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ തന്നെ ആ ബാത്റൂമിലെ കണ്ണാടി പൊട്ടിപ്പോയി. അടുത്ത ദിവസം ആന്റി ഞെട്ടി കണ്ണു തുറന്നു നോക്കുമ്പോ അവന്റെ ബെഡ് ആകെ നനഞ്ഞിരിക്കുകയാണ്. അവനും ആകെ കൺഫ്യൂസായി. പതിവ് പോലെ ആരും കാണാതെ അവൻ ആ വസ്ത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ചെന്നെങ്കിലും ലോറ മനഃപൂർവ്വം സഹോദരിയുടെ മുന്നിൽ വെച്ച് അവന്റെ കയ്യിൽ നിന്ന് ആ വസ്ത്രങ്ങളൊക്കെ പിടിച്ചു വാങ്ങി. അതായത് ആന്റി ഇപ്പൊ നോർമൽ അല്ല, അവൻ ഓക്കെ അല്ല എന്ന് പൈപ്പറിനെ ബോധ്യപ്പെടുത്താനാണ് ആ സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഞാനും പൈപ്പറും ഷോപ്പിങ്ങിന് പോവാണ്, ഒലിവറിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ എന്നും പറഞ്ഞ് ആ സ്ത്രീ അവനെ കുളിക്കാനായിട്ട് പറഞ്ഞയക്കുന്നു. അവന് ബാത്റൂമിനകത്ത് കയറാൻ തന്നെ പേടിയാണ്. അതുകൊണ്ട് ആന്റി നേരെ കുളിക്കാനായിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി. അവൻ ബാക്ക് യാർഡിലെ പൈപ്പിന് താഴെ ഇരുന്ന് കുളിക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്താണ് അവൻ ഒലിവറിനെ കാണുന്നത്. അവനൊരു ഹായ് ഒക്കെ കാണിച്ചെങ്കിലും ഒലിവർ അവനെ ശ്രദ്ധിച്ചതേയില്ല. ഏതാണ്ട് പ്രാണിയൊക്കെ പിടിച്ച് തിന്നുന്നുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നായകൻ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഒലിവറിന്റെ മുറിയിലേക്ക് ചെന്നു. മുറി പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവൻ പെട്ടെന്ന് തന്നെ ഒരു കത്തിയെടുത്ത് ആ ഡോറ് തുറന്നു. നിനക്ക് വിശക്കുന്നില്ല എന്നും പറഞ്ഞ് ആന്റി ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നു. ഈ സമയം ഒലിവർ ഒന്നും തന്നെ സംസാരിക്കാതെ താഴേക്ക് നോക്കി കൈകൊണ്ട് എന്തോ എഴുതുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഉടനെ തന്നെ ആന്റി ഒരു പേപ്പറും പെൻസിലും എടുത്ത് ഒലിവറിന് നേരെ വെച്ചു കൊടുത്തു. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയണമെങ്കിൽ ദാ ഇതിൽ എഴുതിയാ മതി. ആന്റി അങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഒലിവറിന് കൊടുത്തു. അവനത് ആർത്തിയോടെ പിടിച്ചു വാങ്ങി. ഒലിവർ ആ കത്തിയും പിടിച്ചു വാങ്ങുന്നുണ്ട്. ആന്റി അത് അപ്പൊ കാര്യാക്കിയില്ല.
നായകൻ ഒരു പ്ലേറ്റ് എടുത്ത് തിരിയുമ്പോ കാണുന്ന കാഴ്ച ഒലിവർ ആ കത്തി തന്നെ കടിച്ച് മുറിച്ച് തിന്നോണ്ടിരിക്കുകയാണ്. ഒലിവറിന്റെ പല്ലുകളൊക്കെ പൊട്ടി പൊടിഞ്ഞ് താഴേക്ക് വീണോണ്ടിരിക്കുന്നു. കുഞ്ഞിന്റെ ചുണ്ടും നാവൊക്കെ പാതി മുറിഞ്ഞു. ഈ ഒരു കാഴ്ച കണ്ട് ആന്റിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല. അവൻ വേഗം തന്നെ കത്തിയൊക്കെ പിടിച്ചു വാങ്ങി ആകെ വെപ്രാളപ്പെട്ട് കൊച്ചിനെ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ വീടിന് പുറത്തേക്ക് എത്തിയതും ഒലിവർ വീടിന് വെളിയിലുണ്ടായിരുന്ന ആ വൈറ്റ് ലൈൻ ക്രോസ് ചെയ്യാൻ തയ്യാറല്ല. നമുക്ക് ആശുപത്രിയിലേക്ക് പോവണ്ടേന്നും പറഞ്ഞ് ആന്റി അവൻ ആ വരയ്ക്ക് പുറത്തേക്ക് പിടിച്ചു വലിച്ചതും ഒലിവർ മരണവേദനയിൽ കിടന്ന് പെടയാൻ തുടങ്ങി. കൊച്ചിന് എന്താണ് പറ്റിയെന്ന് അവന് യാതൊരു പിടുത്തവുമില്ല. ഒലിവറിന്റെ വയറിനുള്ളിൽ എന്തോ അനങ്ങുന്നുണ്ടായിരുന്നു. അവൻ ആ മരണ വെപ്രാളത്തില് ആന്റിയോട് സംസാരിക്കും, ഹെൽപ്പ്, എന്നെ സഹായിക്ക്. ഇതെല്ലാം കണ്ട് ആന്റി ആകെ തരിച്ചിരിക്കുന്ന നേരത്താണ് ഷോപ്പിങ്ങിന് പോയ ലോറ അങ്ങോട്ട് പാഞ്ഞു വരുന്നത്. ആ സ്ത്രീ അവന് നേരെ അലറി വിളിച്ചോണ്ട് കുഞ്ഞിനെ എടുത്ത് വീടിനകത്തേക്ക് ഓടി. ഇതേ സമയം പൈപ്പറിന് ഇവിടെ എന്തേ നടക്കുന്നെന്ന് വലിയ പിടുത്തമൊന്നുമില്ല. ഇതൊക്കെ എങ്ങനെ അവളെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് ആന്റിക്കും അറിയത്തില്ല. അവന്റെ തലയൊക്കെ ആകെ പെരുക്കാൻ തുടങ്ങി. ഈ നേരത്താണ് ആന്റി മറ്റൊരു കാര്യം നോട്ട് ചെയ്യുന്നത്. ഒലിവർ ആ പേപ്പറിൽ എന്തോ എഴുതിയിരുന്നു, ബേർഡ്. അതൊരു പേരായിരുന്നു, അവൻ അറിയത്തില്ല. ഈ സമയം മുറിവേറ്റ് പെടഞ്ഞിരുന്ന ഒലിവറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം കുഞ്ഞിനെ ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ട് ആ സ്ത്രീ മന്ത്രവാദത്തിന്റെ വീഡിയോസും കണ്ടോണ്ടിരിക്കുക. അതായത് ഒലിവറിനെ എങ്ങനെ ക്യൂർ ചെയ്യാം, അതാണ് ആ സ്ത്രീ വീഡിയോയിൽ നോക്കുന്നത്. പെട്ടെന്ന് ഒലിവർ സംസാരിക്കാൻ തുടങ്ങി. ഞാനിത് എവിടെയാ? ആ സ്ത്രീയെ നോക്കി ചോദിക്കും, നിങ്ങൾ ആരാ? ഇത് കേട്ടതോടെ ലോറ പെട്ടെന്ന് തന്നെ വളരെ ഒച്ചത്തില് പാട്ടുവെച്ചു. ഒലിവർ ആണെങ്കിൽ സഹായത്തിനായിട്ട് കരയുന്നുണ്ട്. ലോറ അവന്റെ വാ പൊത്തിപ്പിടിക്കുക, അവന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ. ആ സ്ത്രീ അങ്ങനെ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒലിവറിന്റെ നെറ്റിയില് വൃത്താകൃതിയിൽ വരയ്ക്കുന്നു. അതോടുകൂടി അവനൊന്ന് കാമായി. ലോറ നേരെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ആന്റിയെ നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട്. നീ എന്റെ മുറി തുറന്നു, ഇനി ഒരിക്കലും എന്റെ പ്രൈവസിയിലേക്ക് കടന്നു കയറരുത്. ഇതും പറഞ്ഞ് പൈപ്പറിനെ മാത്രം ആ മുറിയിലേക്ക് കൊണ്ടുപോയി. അവൾക്ക് കാഴ്ചയില്ലാത്തത് കാരണം ഒലിവറിന്റെ ഈ ഒരു അവസ്ഥ അവൾക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോ അനിയത്തിക്കുട്ടി മടിച്ച് ഒലിവറിനെ കുറിച്ച് ആ സ്ത്രീയോട് ചോദിക്കും, അവൻ എന്താ പറ്റിയത്? അവനിപ്പോ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് അവരുടെ ഡാഡിയുടെ മുടി മുറിച്ചെടുത്തിരുന്നില്ലേ, അത് ആ സ്ത്രീ ഒലിവറിനെ കഴിക്കാനായിട്ട് വായ്ക്കകത്തേക്ക് വെച്ചു കൊടുക്കാണ്. ആ പയ്യൻ മുടി കടിച്ച് മുറിച്ച് തിന്നുന്നുണ്ട്. അനിയത്തിക്കുട്ടിയെ ലോറയുടെ പൂച്ചയെ കാണാനില്ലെന്നറിഞ്ഞ് വീടിന് ചുറ്റും പൂച്ചയെ തെരഞ്ഞു നടക്കുക. ലോറ പറഞ്ഞിരിക്കുന്നത് ആന്റി പൂച്ചയെ എന്തോ ചെയ്തു, പുറത്തേക്ക് ഇറക്കി വിട്ടു എന്നൊക്കെയാണ്. ഈ സമയം നമ്മളെ കാണിക്കുന്നുണ്ട്. ആ വീടിന് ചുറ്റും ലോറ ഒരു മാന്ത്രിക വലയം വരച്ചിട്ടുണ്ട്. ആ വൃത്തത്തിനുള്ളിൽ നിന്ന് ഒലിവറിനെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇപ്പോ ദേഹം മൊത്തം ബ്ലഡ് ആയതുകൊണ്ട് പേടിച്ച് ആന്റി കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോയി. അവന് വേറെ വഴിയില്ല. ഈ സമയം ബാത്റൂമിന്റെ ഡോറ് തനിയെ തുറന്നു വന്നു. ഇപ്പോ ആന്റിക്ക് ബാത്റൂമിനകത്ത് അവന്റെ ഡാഡിയുടെ പ്രേതത്തെ കാണും. ഡാഡി അവനോട് സംസാരിക്കുന്നുണ്ട്. ഷി വിൽ ഡൈ ഇൻ ദ റെയിൻ, അതായത് മഴയുള്ള ഒരു ദിവസം പൈപ്പർ മരണപ്പെടുമെന്നാണ് ഡാഡി പറയുന്നത്. ആന്റി പതിയെ ഇതൊന്നും സത്യമല്ലെന്നും പറഞ്ഞ് ഡാഡിയുടെ അടുത്തേക്ക് ചെന്നു. ഡാഡി അവനെ തിരിഞ്ഞു നോക്കിയതും നായകൻ കാല് തന്നെ തലയിടിച്ച് താഴേക്ക് വന്നു വീണു. അവന്റെ ബോധം പോയി. പിന്നീട് ആന്റി ഞെട്ടി കണ്ണു തുറക്കുന്നത് ആശുപത്രിയിലാണ്. ചുറ്റും ഡോക്ടേഴ്സ് അവനെ പരമാവധി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവൻ എനിക്ക് പോണം, എനിക്ക് എന്റെ അനിയത്തിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുക. ഈ സമയം ലോറ വീടിനകത്തിരുന്ന് മഴ ആസ്വദിക്കുന്നു. ആ സ്ത്രീ മഴ നോക്കി സന്തോഷിക്കുകയാണ്. ഒരല്പസമയം കഴിഞ്ഞ് പൈപ്പർ ആ മുറിയിലേക്ക് വന്ന് തന്റെ ചേട്ടനെ കുറിച്ച് ചോദിക്കും. തന്റെ സഹോദരൻ അടുത്തില്ലാത്തത് കാരണം അവൾക്ക് മനസമാധാനത്തോടെ ഉറങ്ങാൻ വയ്യ. ഇപ്പോ ലോറ തന്റെ മകളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ക്യാത്തി, അവൾക്ക് മഴ ഒത്തിരി ഇഷ്ടായിരുന്നു. അവൾക്ക് ബ്രൗൺ നിറത്തില് നല്ല നീണ്ട തലമുടിയായിരുന്നു. അവളൊരു കൊച്ചു സുന്ദരിയായിരുന്നു. രണ്ടുപേരും ക്യാത്തിയുടെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടോണ്ടിരുന്നു. അടുത്ത ദിവസം ലോറ നായകനെ കാണാനായിട്ട് ആശുപത്രിയിലെത്തി. അവൻ ആ സ്ത്രീയെ കണ്ട ഉടനെ തന്നെ സഹോദരിയെ തിരക്കി. അവൾ അവിടെ സേഫ് ആയിട്ട് വീട്ടിലുണ്ട്, നീ ഒരു ദിവസം കൂടി ഇവിടെ റെസ്റ്റ് എടുക്കണം, തലയ്ക്ക് പരിക്ക് പറ്റിയത് കാരണം നീ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീ അവനെ സമാധാനിപ്പിക്കുകയാണ്. പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുകയല്ലേ. അത് കണ്ട് ആന്റി കൂടുതൽ അപ്സെറ്റ് ആയി. കഴിഞ്ഞ ദിവസം അവൻ ഡാഡിയുടെ പ്രേതത്തെ കണ്ടിരുന്നില്ലേ, അപ്പോ ഡാഡി പറഞ്ഞത് പൈപ്പർ മഴയിൽ മരിക്കുമെന്നാണ്. അവൻ ലോറയോട് ഈ കാര്യങ്ങളൊക്കെ പറയും. പൈപ്പറിനെ ഒരു കാരണവശാലും മഴയുള്ള ദിവസം പുറത്തേക്ക് ഇറക്കരുത് പ്ലീസ്. ഇത് കേട്ട് ലോറയാണെങ്കില് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് നായകനോട് ചോദിക്കുക. നീ വിചാരിക്കുന്നത് നിന്റെ ഡാഡി ബാത്റൂമിനകത്ത് വീണ് മരിച്ചതാണെന്ന്, എന്തുകൊണ്ട് എനിക്ക് കൊന്നൂടാ? അത് കേട്ട് ആന്റി ആകെ സ്റ്റണ്ണായി. അപ്പോ അവരുടെ ഡാഡിയെ കൊന്നത് ലോറയാണോ? പിന്നെ അടുത്ത സെക്കൻഡിൽ തന്നെ ലോറ താൻ സംസാരിച്ച കാര്യങ്ങള് തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി. നിന്റെ ഡാഡിയുടെ മരണം അത് നിന്നെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്, നീ പേടിക്കാൻ
പേടിക്കണ്ട, പൈപ്പറിനെ ഞാൻ നോക്കിക്കോളാം, അവളെ ഞാൻ മഴയത്തേക്ക് ഇറക്കില്ല, പോരെ. അവിടെ കട്ട് ചെയ്ത അടുത്ത സീനില് ലോറ ആ കൊച്ചിനെയും കൊണ്ട് മഴയത്തേക്ക് ഇറങ്ങി അവര് ചിരിച്ചും കളിച്ചും ഡാൻസ് ഒക്കെ കളിക്കുന്നു. അവരാ മഴയിൽ കളിക്കുമ്പോ ലോറയ്ക്ക് തന്റെ മകളെയാണ് ഓർമ്മ വന്നത്. ശരിക്കും പൈപ്പർ കാത്തിയെ പോലെ തന്നെയായിരുന്നു. ആ സ്ത്രീ തന്റെ മകളുടെ ഒരു വസ്ത്രം എടുത്ത് പൈപ്പറിന് കൊടുക്കുന്നു. നിനക്ക് എന്നെ അമ്മയെന്ന് വിളിക്കാം, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? അതിനെ അനിയത്തിക്കുട്ടി പറയും, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഒരുപക്ഷെ നിങ്ങളെ എനിക്ക് മോം എന്ന് വിളിക്കാം, അതിനെനിക്കൊരു കുഴപ്പമില്ല. ഇപ്പോൾ ലോറ ആകെ സങ്കടത്തോടെ കുഞ്ഞിനോട് ചോദിക്കും, ആന്റിക്ക് 18 വയസ്സായ നീ എന്നെ വിട്ടു പോവോ? നിനക്ക് എന്റെ കൂടെ നിന്നൂടെ? അതിന് പൈപ്പർ പറയും, ഞങ്ങൾക്ക് സ്വന്തമായൊരു വീടുണ്ട്, ഞങ്ങൾക്ക് മറ്റൊരു ലോകമുണ്ട്, പക്ഷേ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞങ്ങള് ലോറയെ കാണാൻ വീട്ടിലേക്ക് വരും. ഇവരെങ്ങനെ ആ ഷെഡിനകത്ത് സംസാരിച്ചിരിക്കുന്ന നേരത്ത് ഒലിവർ അതിലൂടെ നടന്നു പോകുന്നുണ്ട്. ഞാൻ നിനക്കൊരു കൂട്ടം കാണിച്ചു തരാന്നും പറഞ്ഞ് ലോറ ഫ്രീസർ ബോക്സ് തുറന്ന് പൈപ്പറിനെ കൊണ്ട് എന്തോ ടച്ച് ചെയ്യിക്കുന്നുണ്ട്. അതെന്താണെന്ന് കുഞ്ഞ് ചോദിക്കുമ്പോ അത് ഫ്രീസ് ചെയ്ത മീറ്റ് ആണെന്ന് കള്ളം പറയും. പക്ഷേ യഥാർത്ഥത്തില് അത് ലോറയുടെ മകളുടെ ഡെഡ് ബോഡിയാണ്. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ആന്റി തിരികെ വീട്ടിലെത്തി. സഹോദരിയെ വന്ന് നോക്കുമ്പോ കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ അവൻ അനിയത്തിയെ വിളിച്ച് എണീപ്പിക്കാൻ നിന്നില്ല. ഇതേ സമയം തന്നെ ലോറ ആ VHS ടേപ്പ് പ്ലേ ചെയ്ത് ആ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒലിവറിന്റെ തലയിലെ വൃത്തം വരയ്ക്കുന്നു. ഇപ്പോഴാണ് ആ വീഡിയോയിലുള്ള ഡാർക്ക് റിച്വൽസ് നമ്മളെ വ്യക്തമായിട്ട് കാണിക്കുന്നത്. മരിച്ചുപോയൊരു വ്യക്തിക്ക് മറ്റൊരാളുടെ ശരീരത്തിലൂടെ ജീവൻ കൊടുക്കുന്ന ഒരു ഡാർക്ക് മാജിക് ആണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ട ലോറ മനസ്സിൽ എന്തോ ഉറപ്പിച്ചതുപോലെ ഉടനെ ചെന്ന് ആന്റിയുടെ പെർഫ്യൂം എടുത്ത് സ്പ്രേ ചെയ്യുന്നു. എന്നിട്ട് നേരെ പൈപ്പറിന്റെ മുറിയിലേക്ക് ചെന്നു. ഒരുപാട് നേരം കുഞ്ഞിനെ നോക്കി നിന്നിട്ട് കുഞ്ഞിന്റെ കണ്ണിനിട്ട് ഒരു ഒറ്റ ഇടിയാണ്. പൈപ്പർ വേദന കൊണ്ട് കരയുന്നുണ്ട്. ആന്റി ആണെങ്കില് ഈ കരച്ചിലൊന്നും തന്നെ കേൾക്കുന്നില്ല. അവന്റെ കുടിക്കാനുള്ള വെള്ളത്തില് ലോറ ഉറക്കഗുളികയോ അങ്ങനെ എന്തോ കലക്കിയിരിക്കണം. അടുത്ത ദിവസം ആന്റി ഉറങ്ങി എണീറ്റ് വരുമ്പോ ലോറ നായകനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. അവനാണെങ്കില് അനിയത്തിയുടെ മുഖത്ത് ആ പാട് കണ്ട ആകെ ഷോക്കായി. പൈപ്പർ, നിന്നെ ആരെ തല്ലിയത്? ഈ സ്ത്രീയാണോ? അതിന് അനിയത്തിക്കുട്ടി പറയും, എനിക്കറിയില്ല, പക്ഷേ ഞാൻ നിന്നെ സ്മെല്ല് ചെയ്തിരുന്നു. ഇതേ സമയം തന്നെ ലോറ നായകനെതിരെ സംസാരിക്കാൻ തുടങ്ങി. സ്വന്തം സഹോദരിയെ ആക്രമിച്ചത് അത് നീയാണ്, നിന്റെ അച്ഛനെ പോലെ തന്നെ. അത് കേട്ട് പൈപ്പർ ആകെ ഷോക്കായി. ആന്റി, എന്താ ഈ സ്ത്രീ പറയുന്നേ? ഡാഡി നിന്നെ ഉപദ്രവിച്ചോ? എപ്പോ? ലോറ ഇപ്പോഴും അവനെ കുറ്റപ്പെടുത്തി സംസാരിച്ചോണ്ടിരിക്കുക. അവൻ മെന്റലി സ്റ്റേബിൾ അല്ല എന്ന് വരുത്തി തീർക്കുകയാണ്. നിന്റെ ഡാഡി അവനെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. ഇപ്പോ അവൻ ഒലിവറിനെ ഉപദ്രവിച്ചു, നിന്നെ ഉപദ്രവിച്ചു. ആന്റി ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഡാഡിയുടെ പ്രേതത്തെ കാണുന്നുണ്ട്. അവൻ തനിയെ സംസാരിക്കുന്നുണ്ട്. എന്റെ പൂച്ചയെ കൊന്നതും നിന്റെ ചേട്ടനാണ്. ഇത് കേട്ട് ആന്റി ആകെ കല്ലി കയറി നിൽക്കുകയാണ്. അവൻ നേരെ ചെന്ന് ഒലിവറിന്റെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒലിവറിനെ ഈ സ്ത്രീ പൂട്ടിയിട്ട് പീഡിപ്പിക്കുകയാണെന്ന് അവന് പുറത്ത് പറയണമെങ്കിൽ അതിന് തെളിവ് വേണം. എന്നാൽ ഇത് കണ്ട ലോറയാണെങ്കിൽ ഓടി വന്ന് ആ ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങി ആന്റിയുടെ ഫോൺ താഴേക്കെറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞു. ദേഷ്യം വന്ന നായകൻ അവിടെയുള്ള ചുമരൊക്കെ ഇടിച്ചു പൊളിക്കുന്നുണ്ട്. അതല്ലാതെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ അവനെ കൊണ്ട് ഉപദ്രവിക്കാൻ കഴിയത്തില്ല. പക്ഷേ ആ സ്ത്രീ ആണെങ്കിൽ അവൻ എന്നെ തല്ലിയെന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി. പൈപ്പർ ആകെ ഭയന്നുപോയി ചേട്ടനെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പൈപ്പർ, നമുക്ക് ഉടനെ തന്നെ പോണം, ഇവിടെ എന്തോ ശരിയല്ല. എന്നാ അനിയത്തിക്കുട്ടി ചേട്ടന്റെ കൂടെ പോവാൻ തയ്യാറല്ല. ആ സ്ത്രീ അതുപോലെയാണ് പൈപ്പറിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം അവിടെ എന്ത് നടക്കുന്നു എന്ന് കുഞ്ഞിനെ കൊണ്ട് കാണാൻ വയ്യല്ലോ. ദേഷ്യം വന്ന ആന്റി ആണെങ്കിൽ ഇന്ന് ഞാൻ ഇതിനൊരു തീരുമാനാക്കി തരാന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. നേരെ അവൻ CPS ഓഫീസിലേക്ക് ചെന്നു. വെന്റിയെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. ഈ സമയത്താണ് അവൻ ആ ബോർഡില് ഒരു ഫോട്ടോ ശ്രദ്ധിക്കുന്നത്. ശരിക്കും ആ പയ്യനെ കാണാൻ അത് ഒലിവറിനെ പോലെ തന്നെ. പക്ഷേ ആ പയ്യന്റെ ശരിക്കുള്ള പേര് കോണർ ബേർഡ് എന്നാണ്. ഈ ബേർഡ് എന്ന വാക്കാണ് ഒലിവർ അന്ന് ആ പേപ്പറിൽ എഴുതി വെച്ചിരുന്നത്. ഇതേ സമയം തന്നെ മറുവശത്ത് ലോറ വളരെ തിരക്ക് പിടിച്ച് പൈപ്പറിനെ സ്പോർട്സ് ക്ലാസ്സിൽ കൊണ്ടുവിടുന്നുണ്ട്. ഇവിടെ നായകൻ ഈ നടന്ന കാര്യങ്ങളൊക്കെ ലേഡി ഓഫീസറോട് പറയുന്നുണ്ട്. എന്നാൽ ആന്റി ഓഫീസിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ലോറ അവനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആ സ്ത്രീയോട് കംപ്ലൈന്റ് ചെയ്തിരുന്നു. അവൻ സ്വന്തം സഹോദരിയെ ഉപദ്രവിച്ചു, പൂച്ചയെ കൊന്നു, ആ സ്ത്രീയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ. ഇപ്പോ ഒലിവറിന്റെ കാര്യം കൂടി അവൻ ആ സ്ത്രീയോട് പറഞ്ഞു. ലോറ കോണർബേർഡ് എന്നൊരു പയ്യനെ തട്ടിക്കൊണ്ടുപോയി ഒലിവർ എന്ന് പേര് മാറ്റി അവന് ഫുഡും വെള്ളമൊന്നും കൊടുക്കാതെ മുറിക്കകത്ത് പൂട്ടിയിട്ട് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും വെന്റി അതൊന്നും അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറല്ല. കാരണം ലോറ ഇതേ ഓഫീസിലെ കഴിഞ്ഞ 20 വർഷം ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. ഇവിടെ ലോറ പൈപ്പറിനെ ക്ലാസ്സിലാക്കി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോ ഒലിവർ ആ വീടിനകത്തെ എല്ലാ സാധനങ്ങളും തല്ലി തകർത്ത് തിന്നോണ്ടിരിക്കുകയാണ്. കയ്യിൽ കിട്ടിയ എന്തും അവനെടുത്ത്
എടുത്ത് കടിച്ചു മുറിച്ച് തിന്നോണ്ടിരിക്കുകയാണ്. ലോറയെ കണ്ടതും ഒലിവർ ആ സ്ത്രീയെ ആക്രമിക്കാൻ തുടങ്ങി. ലോറയുടെ കൈയൊക്കെ കടിച്ച് പറിക്കുന്നുണ്ട്. വേദന കൊണ്ട് ആ സ്ത്രീ എങ്ങനെയൊക്കെയോ തന്റെ മുറിയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. മറുവശത്ത് ആന്റി എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ആ സ്ത്രീയെ പറഞ്ഞു മനസ്സിലാക്കി. ആന്റി പറയുന്നത് കാണാതായ കോണർ ബേഡ് എന്ന പയ്യനെ തട്ടിക്കൊണ്ടുപോയത് ലോറയാണെന്ന്. അതിപ്പോ നേരിട്ട് കണ്ട് ഉറപ്പാക്കാതെ ഒരിക്കലും ലോറയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ആ സ്ത്രീ ഉടനെ തന്നെ ലോറയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ വെന്റിയെ തടഞ്ഞു. ഇപ്പോ സത്യങ്ങളൊക്കെ പുറത്തു വന്നു എന്ന് മനസ്സിലാക്കിയാല് ആ സ്ത്രീ എന്തായാലും പൈപ്പറിനെ ഉപദ്രവിക്കും. ആദ്യം ഞാൻ പറഞ്ഞത് സത്യമാണോന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞ് നായകൻ ആ ലേഡി ഓഫീസറെയും കൊണ്ട് ലോറയുടെ വീട്ടിലേക്ക് പോവാണ്. ഇവിടെ ഒലിവർ വിശന്നിട്ട് വീടിനുള്ളിലെ മേശയൊക്കെ കടിച്ച് പറിച്ച് തിന്നോണ്ടിരിക്കുക. അവന്റെ പല്ലൊക്കെ പൊട്ടിപ്പൊടിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. ആ സ്ത്രീ അവനെ ഇത്രയും നാള് പട്ടിണിക്കിട്ടിരിക്കുകയായിരുന്നു. അവൻ തന്റെ കൈയൊക്കെ കടിച്ച് പറിച്ച് തിന്നുന്നുണ്ട്. എന്തായാലും ഒലിവർ അല്ല ഇതൊന്നും ചെയ്യുന്നത്, ഏതോ ഒരു ഈവിൾ എൻറ്റിറ്റിയാണ്. അപ്പോഴേക്കും ബോധം പോയാൽ ലോറ കണ്ണു തുറന്നു. പെട്ടെന്ന് തന്നെ കയ്യിലെ മുറിവൊക്കെ വെച്ച് കെട്ടി നോക്കുമ്പോ ഒലിവർ മഴ നനഞ്ഞ് പുറത്തു നിൽക്കുന്നു. ഈ സ്ത്രീ അവനെ കണ്ട് ഗ്ലാസ്സിലെ വൃത്തം വരയ്ക്കുന്നുണ്ട്. അത് കണ്ടതോടുകൂടി ഒലിവർ ആ സ്ത്രീയുടെ കൺട്രോളിലായി. ലോറ അവനെയും കൊണ്ട് ക്യാത്തിയുടെ ഡെഡ് ബോഡി ഫ്രീസ് ചെയ്തിരിക്കുന്ന ഷെഡിലേക്ക് പോയി. പിന്നെ ആ മുറിയിൽ നിന്ന് ലോറയുടെ അലറി വിളിച്ചുള്ള കരച്ചിൽ കേൾക്കാം. കാരണം ഒലിവർ ലോറയുടെ മകളുടെ ഡെഡ് ബോഡി തിന്നോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സ്ത്രീ കരയുന്നത്. ഇപ്പോ ആന്റി ആ സോഷ്യൽ വർക്കറിന്റെ ഫോണിൽ നിന്ന് സഹോദരിക്ക് ഒരു വോയിസ് നോട്ട് അയച്ചുകൊണ്ടിരിക്കുക. തന്റെ ഡാഡി അവനെ ഒരുപാട് വർഷങ്ങളായിട്ട് ഉപദ്രവിച്ചിരുന്നു. ആ സമയം പൈപ്പർ ഉറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ അനിയത്തിക്കുട്ടി വീട്ടിലില്ലായിരിക്കും. എന്തു തന്നെയായാലും ആന്റി ഇക്കാര്യങ്ങളൊന്നും തന്നെ അനിയത്തിയോട് പറഞ്ഞിരുന്നില്ല. ആന്റിക്ക് 8 വയസ്സുള്ളപ്പോ അവന് അറിവില്ലാത്ത ഒരു പ്രായത്തില് ഡാഡി അവനെ സ്ഥിരമായിട്ട് ഉപദ്രവിക്കായിരുന്നു. ആ ഒരു ഫസ്ട്രേഷനിലെ ആന്റി ആദ്യമായിട്ട് തന്റെ സഹോദരിയെ ഉപദ്രവിച്ചു. അന്ന് അവൻ അറിയാതെ ചെയ്ത തെറ്റാണ്. പിന്നീട് ഒരിക്കൽ പോലും അവൻ ഒരു വാക്കുകൊണ്ട് പോലും പൈപ്പറിനെ വേദനിപ്പിച്ചിട്ടില്ല. ഇപ്പോ നിന്നെ ഉപദ്രവിച്ചത് താനല്ല, അത് ലോറയാണ്. ആ സ്ത്രീ നമ്മുടെ ഡാഡിയെ പോലെയാണ്. ആന്റി ഈ വോയിസ് നോട്ട് അയച്ചത് ലോറ അതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. പൈപ്പറിന്റെ ഫോൺ ആ സ്ത്രീയുടെ കയ്യിലാണ്. ഇപ്പോ ആന്റി ആളെ കൂട്ടി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി. ആകെ പേടിച്ചു പോയ ലോറ വളരെ ഒച്ചത്തില് പാട്ടും വെച്ച് വെപ്രാളപ്പെട്ട് ആ വീട് മുഴുവനും ക്ലീൻ ചെയ്യാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് ആന്റി ആ ലേഡി ഓഫീസറെയും കൊണ്ട് ലോറയുടെ വീട്ടിലെത്തി. നീ ഇവിടെ തന്നെ കാത്തിരുന്നാ മതി, ഞാൻ ചെന്ന് നീ പറഞ്ഞതൊക്കെ കള്ളത്തരാണോ അതോ സത്യമാണോ എന്ന് നോക്കിയിട്ട് വരാന്നും പറഞ്ഞ് ആ ലേഡി ഓഫീസർ ലോറയെ കാണാനായിട്ട് പോയി. ലോറയാണെങ്കില് വീടൊക്കെ ക്ലീൻ ചെയ്ത് ഒന്നും അറിയാത്തതുപോലെ വന്ന് ഡോറ് തുറന്നു. ആ വീടൊക്കെ ചുറ്റി നടന്നു നോക്കിയിട്ട് വെന്റിക്ക് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പവും തോന്നിയില്ല. കുട്ടികളുള്ള വീടല്ലേ, അതുകൊണ്ടാണ് മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കുന്നതെന്നും പറഞ്ഞ് തൽക്കാലത്തേക്ക് ലോറ രക്ഷപ്പെട്ടു. ഈ സമയം ആ ഷെഡിനകത്ത് എന്താണെന്നറിയാനായിട്ട് ആന്റി മതിലും ചാടി ബാക്ക് യാർഡിലെ ആ ഷെഡിനടുത്തേക്ക് നടന്നു. അവൻ ആ ലോക്കൊക്കെ തല്ലി തകർത്ത് ഡോറ് തുറന്നു നോക്കുമ്പോ കാണുന്ന കാഴ്ച അവനെ കൊണ്ട് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല. ഒലിവർ ക്യാത്തിയുടെ ഡെഡ് ബോഡി തിന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ലാന്നും പറഞ്ഞ് ഓഫീസർ ലേഡി ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുക. അപ്പോഴാണ് ലോറയുടെ മുഖത്തും കയ്യിലൊക്കെ ബ്ലഡ് ഉള്ളത് ആ സ്ത്രീ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് വീടിന് വെളിയിൽ നിന്ന് ആന്റിയുടെ ശബ്ദം കേൾക്കാം. അത് കേട്ടതോടെ ലോറ ആ സ്ത്രീയുടെ കൈ പിടിച്ച് വലിക്കാൻ തുടങ്ങി. നിങ്ങൾ അങ്ങോട്ട് പോവരുത്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്റെ ക്യാത്തിക്ക് വേണ്ടിയാണ്, നമുക്ക് അവളെ തിരിച്ചു കൊണ്ടുവരാം. ഇത് കേട്ട് വെന്റിക്ക് ദേഷ്യം വന്നു. എന്നെ വിട്, നീ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നേ? അതിനെ ലോറ പറയും, ഞാൻ ക്യാത്തി മരണപ്പെട്ടതുപോലെ പൈപ്പറിനെ കൊല്ലാൻ പോവാണ്. ഞാൻ ആദ്യം കരുതി ഇത് വർക്ക് ചെയ്യില്ലാന്ന്, പക്ഷേ ഇറ്റ്സ് വർക്കിംഗ്. ഇത് കേട്ടതോടെ വെന്റിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എന്തോ ശരിയല്ല. ആന്റി പറഞ്ഞതൊക്കെ സത്യമാണ്. വെന്റി ആ സ്ത്രീയെ തള്ളി മാറ്റി വേഗം തന്നെ പുറത്തേക്ക് ഓടി. ആ ഷെഡിനകത്ത് ഒലിവറിനെയും ക്യാത്തിയുടെ ഡെഡ് ബോഡിയും കണ്ട് ആ സ്ത്രീ ആകെ അങ്ങ് ഷോക്കായി. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അവര് രണ്ടുപേരും കാറിന്റെ അടുത്തേക്ക് ഓടി. അപ്പോഴേക്കും ലോറ തന്റെ കാർ ഓടിച്ചു വന്ന് അവരെ രണ്ടുപേരെയും ഇടിച്ചു തീർപ്പിച്ചു. ആ സ്പോട്ടിൽ തന്നെ ആ ലേഡി ഓഫീസർ കൊല്ലപ്പെട്ടു. എന്നാൽ ആന്റി മരിച്ചിരുന്നില്ല. തന്റെ മരിച്ചുപോയ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ ലോറ മറ്റുള്ളവരെ കൊന്നോണ്ടിരിക്കുകയാണ്. ആ സ്ത്രീ യാതൊരു മനസാക്ഷിയും ഇല്ലാതെ താഴെ കിടന്ന് ജീവന് വേണ്ടി പിടഞ്ഞിരുന്ന നായകനെ ആ സ്ത്രീ വെള്ളത്തിലേക്ക് മുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ലോറ ഉടനെ തന്നെ സ്പോർട്സ് ക്ലാസ്സിലേക്ക് ചെന്ന് പൈപ്പറിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്. അവര് രണ്ടുപേരും വീട്ടിലെത്തിയതും പൈപ്പർ തന്റെ ഫോൺ തിരയാൻ തുടങ്ങി. അടുത്ത നിമിഷം തന്നെ തൊട്ടടുത്ത ബാത്റൂമിൽ നിന്ന് മറ്റൊരു ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേൾക്കാം. അതാ സോഷ്യൽ വർക്കറായ വെന്റിയുടെ ഫോണാണ്. ലോറ ഉടനെ തന്നെ കള്ളം പറയും, അതെന്റെ ഫോണാണ്, ഞാൻ റിംഗ് ടോൺ ചെറുതായിട്ടൊന്ന് മാറ്റിയായിരുന്നു. പൈപ്പർ തന്റെ ഫോൺ എടുക്കാനായിട്ട് മുറിയിലേക്ക് നടക്കുമ്പോ വീടിന് മുകളിൽ നിന്ന് അവൾക്ക് ചേട്ടന്റെ ശബ്ദം കേൾക്കാം. അവള് മുകളിലേക്ക് നടന്നു പോകുന്നുണ്ട്. ചേട്ടന്റെ ശബ്ദത്തില് അവളെ വിളിച്ചിരുന്നത് ഒലീവിന്റെ ശരീരത്തിലെ ആ ഈവിളാണ്.
അവള് ഒലിവറിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ മുഖത്തും തലയിലൊക്കെ തൊട്ടു നോക്കി. തലയിലെ മുടിയൊന്നുമില്ല. ആ ഒരു സമയം കൊണ്ട് തന്നെ ലോറ അങ്ങോട്ട് ഓടിയെത്തി. ഇപ്പോ പൈപ്പർ ചോദിക്കും, ഇതാരാ? അതിനെ ലോറ പറയും, അത് ഒലിവറാണ്, നമുക്ക് താഴേക്ക് പോവാന്നും പറഞ്ഞ് ആ സ്ത്രീ അവളെ പതിയെ താഴേക്ക് കൊണ്ടുപോയി. ഈ സമയം ഇവിടെ എന്തൊക്കെയോ ശരിയല്ലാന്ന് കുഞ്ഞിന് മനസ്സിലായി. അവൾ ആ സ്ത്രീയോട് ചോദിക്കും, ലോറ, ഒലിവറിന്റെ മുടിയുടെ കളർ എന്താണ്? അതിന് ആ സ്ത്രീ പറയും, ചുവന്ന് നല്ല ചുരുണ്ട മുടിയാണ്. അത് കേട്ടതോടെ പൈപ്പർ ഒന്ന് സ്റ്റക്കായി. കാരണം കുറച്ചു മുൻപ് അവൾ ഒലിവറിന്റെ തലയിൽ തൊട്ടു നോക്കിയതാണ്. അവന്റെ തലയിൽ മുടിയില്ല. ഈ സ്ത്രീ കള്ളം പറഞ്ഞ് തന്നെ പറ്റിക്കുകയാണ്. പിന്നെ ഒട്ടും തന്നെ ചിന്തിക്കാൻ നിന്നില്ല. പൈപ്പർ പെട്ടെന്ന് തന്നെ ഫ്രണ്ട് ഡോറിന്റെ അടുത്തേക്ക് ഓടി. അവളെ കൊണ്ടത് തുറക്കാനും കഴിഞ്ഞില്ല. ഡോറ് ലോക്കാണ്. ഡോറ് തുറക്കാൻ പറ്റാതായപ്പോ അവൾ എങ്ങനെയൊക്കെയോ തൊട്ടടുത്തുള്ള ബാത്റൂമിനകത്തേക്ക് ഓടിക്കേറി. എന്നാൽ ആ ബാത്റൂമിനകത്ത് അവളെ കാത്തിരുന്നത് പൈപ്പറിനെ കൊണ്ട് താങ്ങാൻ കഴിയാത്തതായിരുന്നു ചേട്ടന്റെ ഡെഡ് ബോഡി. അവള് നിലവിളിച്ച് കരയുന്നുണ്ട്. അപ്പോഴേക്കും ലോറ ആ ഡോറൊക്കെ തുറന്ന് ബാത്റൂമിനകത്തേക്ക് എത്തി. എന്റെ ചേട്ടൻ എന്താ പറ്റിയത്? ആ സ്ത്രീ അവളെ സമാധാനിപ്പിച്ച് കള്ളം പറയും. അതൊരു അപകടമായിരുന്നു. ഞാൻ നിന്നോടൊരു കഥ പറയട്ടെ. ഞാൻ ഒരു ഏഞ്ചലിനെ കണ്ടു. ആ ഏഞ്ചൽ ഇപ്പോ ഒലിവറിന്റെ ദേഹത്താണ്. ആ ഏഞ്ചല് തന്റെ മകളെ തനിക്ക് തിരിച്ചു തരും. നീ ശരിക്കും എന്റെ കാത്തിയെ പോലെ തന്നെയാണ്. ഇത് കേട്ട് കുഞ്ഞാകെ ഭയന്നു പോയി. നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോവാ? അതിനാ സ്ത്രീ ഒരു മടിയില്ലാതെ പറയും, ഞാൻ നിന്നെ ആ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ പോവാണ്. കുഞ്ഞ് പിന്നെ ഒന്നും നോക്കിയില്ല. കയ്യിൽ കിട്ടിയതെടുത്ത് ആ സ്ത്രീയുടെ മോന്തക്കിട്ട് ഒരു ഒറ്റയേറാണ്. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവളെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന വെപ്രാളത്തില് കുഞ്ഞിന്റെ തലയിടിച്ച് താഴേക്ക് വീണു. അവളുടെ ബോധം പോയി. ലോറ അവളെ വലിച്ചഴിച്ചുകൊണ്ട് പൂളിലേക്ക് കൊണ്ടുപോകുമ്പോ ഒലിവർ അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. കാത്തിയുടെ ഡെഡ് ബോഡി തിന്നിട്ട് ഒലിവറിന്റെ വയറങ്ങനെ വീർത്തിരിക്കുക. ആ സ്ത്രീ അങ്ങനെ തന്റെ കുഞ്ഞെങ്ങനെയാണോ ആ വെള്ളത്തിൽ മരിച്ചത് അതുപോലെ തന്നെ പൈപ്പറിനെ ആ വെള്ളത്തിലേക്ക് പിടിച്ചു മുക്കാൻ തുടങ്ങി. അവള് രക്ഷപ്പെടാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ടു നിന്നിരുന്ന ഒലിവറിന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞിരുന്ന പൈപ്പർ മമ്മി എന്ന് പറഞ്ഞ് അലറാൻ തുടങ്ങി. ഒരു നിമിഷത്തേക്ക് അത് തന്റെ കുഞ്ഞാണെന്ന് കരുതി ലോറ സ്റ്റക്കായി നിന്നുപോയി. കിട്ടിയ തക്കത്തിന് പൈപ്പർ ആ സ്ത്രീയെ തള്ളി താഴേക്കിട്ട് പൂളിൽ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇപ്പോ ആരെങ്കിലൊക്കെ കടിച്ചു തിന്നാനായിട്ട് നിൽക്കുന്ന ഒലിവർ ആണെങ്കിൽ പൈപ്പറിനെ ആക്രമിക്കാൻ നോക്കി. അവൾ എങ്ങനെയൊക്കെ ഒരു വിധത്തില് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആ ഓടുന്ന ഓട്ടത്തില് അവള് കാല് തന്നെ താഴേക്ക് വന്നു വീണു. ഈ സമയം ഒലിവർ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നു. വേദന കൊണ്ട് പെടയാൻ തുടങ്ങി. അപ്പോഴേക്കും പൈപ്പർ ഓടി രക്ഷപ്പെട്ട് റോഡ് സൈഡിലെത്തി. ഒരു കാറ് അവളുടെ അടുത്തേക്ക് വന്നു നിർത്തി. അനിയത്തി കുട്ടി അങ്ങനെ രക്ഷപ്പെട്ടു. ഇതെല്ലാം തന്നെ ഒലിവർ ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ലോറ ബാക്ക് യാർഡിലെ ആ ഷെഡിലേക്ക് ചെന്ന് തന്റെ മകളോട് മാപ്പ് പറഞ്ഞ് കരയാണ്. മാത്രമല്ല ആ സ്ത്രീ തന്റെ മുറിഞ്ഞ കൈയില്ലേ ആ കെട്ടഴിച്ച് മുറിവൊക്കെ മാന്തി പറിക്കുകയാണ്. തന്റെ മകൾ അനുഭവിച്ച വേദന ആ സ്ത്രീക്ക് അറിയാനായിട്ട്. അപ്പോഴേക്കും ഒലിവർ ആ വീടിന് ചുറ്റുമുണ്ടായിരുന്ന വൈറ്റ് ലൈൻ ക്രോസ് ചെയ്തു. അവൻ തന്റെ ജീവന് വേണ്ടി പെടയുവാണ്. അപ്പോഴേക്കും പോലീസുകാരും റെസ്ക്യൂ ടീമും അങ്ങോട്ടെത്തി ഒലിവറിനെ രക്ഷപ്പെടുത്തുന്നു. ലോറ തന്റെ മകളെ കെട്ടിപ്പിടിച്ച് അതേ പൂളിൽ തന്നെ മരിച്ചു കിടക്കുന്നു. ഇതേ സമയം തന്റെ ഫോണിലെ ചേട്ടന്റെ വോയിസ് നോട്ട് കേട്ട് ഒത്തിരി സങ്കടപ്പെടുന്ന പൈപ്പറിനെ കാണിച്ചുകൊണ്ടാണ് ബ്രിങ് ഹെർ ബാക്ക് എന്ന ഈ ഒരു ഹൊറർ ത്രില്ലർ മൂവി അവസാനിക്കുന്നത്. ലോറ തന്റെ മകളെ തിരിച്ചു കൊണ്ടുവരാൻ ഒലിവറിനെ തട്ടിക്കൊണ്ടുവന്നു. ഒലിവർ ഒരു വെസല് മാത്രമാണ്. അവന്റെ ദേഹത്താണ് ഒരു ഈവിൾ എൻറ്റിറ്റി ഉള്ളത്. ഒലിവർ കാത്തിയുടെ ഡെഡ് ബോഡി തിന്നും. അപ്പോഴേക്കും ലോറ പൈപ്പറിനെ കൊലപ്പെടുത്തുന്നു. ശേഷം ഒലിവറിന്റെ ശരീരത്തിലെ ആ ഈവിൾ എൻറ്റിറ്റി പൈപ്പറിന്റെ വായിലേക്ക് വൊമിറ്റ് ചെയ്യും. എന്നാലേ ഈ ഒരു ഡാർക്ക് റിച്വല് കംപ്ലീറ്റ് ആവത്തുള്ളൂ. എന്നാൽ മാത്രമേ കാത്തിയുടെ ആത്മാവ് പൈപ്പറിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കൂ. പക്ഷേ അവസാന നിമിഷം ലോറയ്ക്ക് പൈപ്പറിനെ കൊല്ലാൻ കഴിഞ്ഞില്ല. അപ്പോ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.